ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഫ്രീ ആണ്, ഒരു വീഡിയോ ചെയ്യാം. ആൻഡ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു തോട്ട് വന്നു, ഹെയർ കട്ട് ചെയ്താലോ എന്ന്. ഞാനിപ്പോൾ ആക്ച്വലി എനിക്കൊന്നു ഒരു 1 year ആയി കാണും മുടി വെട്ടിയിട്ട്. മുടിയൊക്കെ കുറച്ച് വളർന്നു ആൻഡ് ഒരു സ്റ്റൈലില്ലാത്ത പോലെയൊക്കെ ഒരു ഫീല് തോന്നി. അപ്പോൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഹൈദരാബാദിലാണേ ഉള്ളത്. ഹൈദരാബാദിൽ ഞാനൊരു 5-6 സലൂണിൽ കയറി. ഇവിടെ റേറ്റ് കുറച്ച് കട്ടിയാണ്. നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല ഇത്ര റേറ്റ് ഉണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ കുറച്ച് ചടങ്ങാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ ഉച്ച സമയത്ത് പുറത്ത് പോകാനും തീരെ തോന്നുന്നില്ല, വെയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, വയനാട് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഇത്ര കഴിവൊക്കെ ഉള്ളപ്പോൾ ഒന്ന് മുടി വെട്ടിയാലോ എന്നുള്ള പ്ലാനാണ്. അപ്പം ഈ മുടി ഇപ്പം പഴയ പോലെ കട്ടിയൊന്നും തീരെ ഇല്ല, ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ട്. അങ്ങനെ കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നൊരു ഭംഗിയൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടും ഒന്ന് മുടി വെട്ടി ഒന്ന് സെറ്റപ്പ് ആക്കിയാലോ എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം ഇത് നമുക്കൊന്ന് നനയ്ക്കണം. വെറ്റ് ഹെയറിലാവുമ്പോൾ കട്ട് ചെയ്യാൻ കുറച്ച് ഈസി ഉണ്ടായിരിക്കും. അപ്പം നമുക്കൊന്ന് പോയി. ഇവിടെ ഹൈദരാബാദിൽ ആക്ച്വലി വാട്ടർ ക്വാളിറ്റി അത്ര പോരാ, അതായത് ഹാർഡ് വാട്ടറാണ്. അപ്പോൾ ഈ ഹാർഡ് വാട്ടർ കൊണ്ട് മുടി കഴുകിയാൽ ഭയങ്കര റഫാവുന്നുണ്ട്, ഹെയർ റഫാവുകയും ഒരുമാതിരി എനിക്കത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലാണ് കഴുകുന്നത്. അതുകൊണ്ട് കുടിക്കുന്ന വെള്ളം വളരെ പരിമിതമായി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തല നനച്ച് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, നമ്മൾ മുടിയൊക്കെ ഒന്ന് നനച്ച് ഉടക്കൊക്കെ കളഞ്ഞിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ ഞാൻ പറയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്പ് കട്ടാണ്. സ്റ്റെപ്പ് കട്ട് ആൻഡ് കുറച്ച് ബട്ടർഫ്ലൈ കട്ടും കൂടെ ചെയ്യാനുള്ള പ്ലാനുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഏത് രീതിയിൽ വരും എന്ന് നമുക്കറിയില്ല. ബട്ട് ലെറ്റ്സ് സീ. ഈ സെറ്റപ്പ് ആക്ച്വലി കൊള്ളാം ഗൈസ്. ഇവിടെ ഇങ്ങനെ ക്യാമറ വെക്കുമ്പോൾ എനിക്ക് തിരിഞ്ഞു നിന്നിട്ട് കട്ട് ചെയ്യുന്നത് കാണിക്കാം. നമ്മൾ ആക്ച്വലി ഒരു 3 സ്റ്റെപ്പ് ഹെയർ കട്ടാണ് ഉദ്ദേശിക്കുന്നത്. 3 ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഹെയർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. ഏറ്റവും താഴത്തെ ലെയറാണ് ലെങ്ത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ 3 പാർട്ടീഷന് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടീഷൻ എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് റൗണ്ട് ചെയ്ത് ക്ലിപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ മേലെ ഉള്ളൊരു സെമി സർക്കിൾ എന്നുള്ള രീതിയിൽ ഒരെണ്ണം, പിന്നെ തേർഡ്. അങ്ങനെയാണ് 3 ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഈ ലാസ്റ്റ് ലെയറാണ് ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. സെൻറ്റർ പോർഷനിലുള്ള ഹെയർ ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. ഈ ഒരു ഹെയറിൻ്റെ ലെവൽ അനുസരിച്ച് വേണം ബാക്കിയുള്ള ഹെയർസ് എല്ലാം നമ്മൾ കട്ട് ചെയ്യുന്നത്. നടുക്കുന്നുള്ള ഹെയർ എടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെങ്ത് കട്ട് ചെയ്യും. ഞാൻ ഈ ഒരു ലെങ്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് കട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഇനി കട്ട് ചെയ്യുമ്പം ഈ കട്ട് ചെയ്ത ഹെയറിൻ്റെ ലെങ്ത് വെച്ചിട്ട് വേണം ബാക്കി കട്ട് ചെയ്യാനായിട്ട്. അതായിരിക്കണം നമ്മുടെ ലെവല്. സെൻറ്ററിലെ ഹെയർ കട്ട് ചെയ്ത പോലെ തന്നെ 2 സൈഡിലെ ഹെയറും മേലേക്ക് പിടിച്ച് കട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ഹെയർ കട്ടിങ്ങിൻ്റെ ലെങ്ത് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് എല്ലാം ഇതിൻ്റെ മേലെയായിട്ട് വരും. ഇപ്പം നമ്മുടെ 3 സ്റ്റെപ്പ് ഹെയർ കട്ടിങ്ങിലെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെയറിന് ഫസ്റ്റ് ലെയറിൻ്റെ ലെവൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയറിനെയും 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സെൻറ്റർ പോർഷൻ എടുക്കുക, ഫസ്റ്റ് ലെയറിൻ്റെ ലെവൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. സൈഡ് 2ഉം അതേപോലെ തന്നെ കട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ലെവൽ 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലെയേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷനിലുള്ള ഹെയർ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ ലെയർ കട്ട് ചെയ്യുമ്പോഴും നേരത്തെ കട്ട് ചെയ്ത ഹെയറിന്റെ ലെവൽ അനുസരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ട് പോർഷനിലെ ഹെയർ കട്ട് ചെയ്യുമ്പം നേരെ മേളിലേക്ക് എടുത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ ഫ്രണ്ട് പോർഷനിലെ ഹെയർ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ സ്റ്റൈലിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഫോം ആവും. ഇപ്പം നമ്മൾ 3 സ്റ്റെപ്പ് ലെയർ കട്ടിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ബട്ടർഫ്ലൈ കട്ടിങ് ട്രൈ ചെയ്യാം. ബട്ടർഫ്ലൈ കട്ടിംഗ് എന്ന് വെച്ചാൽ ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഡിഫറെൻറ്റ് ലെങ്ത്തിൽ ഹെയർ കട്ട് ചെയ്തിടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി 4ആയിട്ട് ഹെയറിനെ ഡിവൈഡ് ചെയ്യാം. ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷനിലുള്ള ഹെയറിനെ ഡിഫറെൻറ്റ് ലെങ്ത് ഉള്ള ഫ്രിഞ്ചസ് ആയിട്ട് കട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസിൻ്റെ ലെങ്ത്തിൽ ഹെയറിനെ വെച്ചിട്ട് 2 സൈഡിൽ നിന്നും കട്ട് ചെയ്യുക. താഴേന്ന് മേളിലേക്ക് കട്ട് ചെയ്ത് ഒരു ആരോ പോലുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും കുറച്ച് ഹെയറിനെ എടുത്തിട്ട് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട്
സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്യുക. താഴേന്ന് മേളിലേക്ക് കട്ട് ചെയ്യുമ്പം ലെങ്ത് കൂടിന്ന് കുറഞ്ഞതിലേക്ക് വരുന്ന പോലെ ഇരിക്കണം. അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന മുടിയിന്ന് കുറേശ്ശെ ആയിട്ട് ചെറിയ ചെറിയ ലെങ്ത്തിൽ ഹെയർ എടുത്തിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലെങ്ത് അനുസരിച്ച് താഴേക്ക് കട്ട് ചെയ്ത് പോവാം. അങ്ങനെ ബട്ടർഫ്ലൈ കട്ടിങ്ങും കഴിഞ്ഞു. ഇതായിരുന്നു ഇന്നത്തെ ഹെയർ കട്ട്. വളരെ ഈസി ആയിട്ട് 3 സ്റ്റെപ്പ് ലെയർ കട്ടിംഗ് പ്ലസ് ബട്ടർഫ്ലൈ കട്ടിംഗ് ആണ് നമ്മളിവിടെ കട്ട് ചെയ്തേക്കുന്നത്. പാർലറിൽ കട്ട് ചെയ്യുന്ന അതേപോലെ എൻ്റെ ഹെയറും വന്നിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ see you, bye.